ഈശോ ശേഖസ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? സിസ്റ്റർ ആൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ശരീരത്തിന് പ്രകാശമേകുന്ന അവയവം ഏതാണ് നിങ്ങൾക്കറിയാമോ? അത് കണ്ണാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം പ്രകാശിക്കും, കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം ഇരുണ്ടുപോകും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രകാശമേകുന്നത് എന്താണ്? കണ്ണ് അല്ലേ? അപ്പോൾ ഈ കണ്ണ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ഇത് കണ്ടോ, ഇവിടെ ഒരാൾ കണ്ണ് ഉപയോഗിക്കണം എങ്ങനെയാ? കാർട്ടൂൺ കാണുകയാണ്. നിങ്ങളെല്ലാവരും കാർട്ടൂൺ കാണാറില്ലേ? ആ കാർട്ടൂൺ കാണുന്നത് വഴി പഠിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം നല്ലതും ചീത്തയായ കാര്യങ്ങൾ നമ്മുടെ മൊബൈലിലുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. നല്ലത് കാണുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രകാശിക്കും, ശരീരം പ്രകാശിക്കും, നമ്മളെല്ലാം പ്രകാശമായിട്ട് മാറും. ഇത് നമ്മുടെ കണ്ണാണ്. ഈ കണ്ണ് നന്മ കാണുമ്പോൾ പ്രകാശിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പ്രകാശിക്കുമ്പോൾ നമുക്ക് നല്ലത് ചെയ്യാനും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും വ്യക്തമായിട്ട്. പക്ഷേ ഇത് കണ്ടോ, പ്രകാശിക്കുന്നില്ലല്ലോ, കണ്ണ് പ്രകാശിക്കുന്നില്ല. കാരണം എന്താ? ഇത് പ്രകാശിക്കാതെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പഠിക്കാനോ നമുക്ക് നല്ലത് ചെയ്യാനോ നമുക്ക് സാധിക്കുകയില്ല, പ്രാർത്ഥിക്കാനും പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണ് നല്ലതാകണമെങ്കിൽ നമ്മളിതെല്ലാം മാറ്റിവെച്ച് നമ്മൾ പ്രകാശത്തിലേക്ക് വരണം, പ്രാർത്ഥനയിലേക്ക് വരണം. അപ്പോഴാണ് നമ്മുടെ കണ്ണ് പ്രകാശിക്കുക. ഇത് നോക്കിക്കേ, അച്ചു ഫോണൊന്ന് താഴെ വെച്ചേ, മിടുക്കി ഒന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചേ. ദേ അച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ദേ അച്ചുവിൻ്റെ കണ്ണ് പ്രകാശിക്കാൻ തുടങ്ങി, ശരീരം പ്രകാശിക്കാൻ തുടങ്ങി. അച്ചു നന്മയുള്ള കുഞ്ഞായിട്ട് മാറി. അപ്പം ഇതുപോലെ നമുക്ക് നന്മയുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറാം. നല്ലത് കണ്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട്, പ്രകാശമുള്ള കുഞ്ഞുങ്ങളായിട്ട് എല്ലാവരും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.